ഇപ്പോഴും ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മിഥുനെ അറിയാത്ത പോലുമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ളത് കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോനാണ്. ഇപ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ആ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാകൂ. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വെക്കാൻ? ഇന്നത്തെ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയധികം ജനങ്ങൾ വന്ന ഒരു മരണ വീട്. ഇത്രയധികം ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു സുഹൃത്തിനടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയ മരണങ്ങൾ ഏകപടമായ മരണമാണ് മിഥുൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല, പക്ഷേ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. KSEB ഇന്നലെ 5 ലക്ഷം രൂപയുടെ ചെക്ക് ചീഫ് എഞ്ചിനീയർ എൻ്റെ വശം തന്നു. ഞാനത് പിതാവിനെ ഏൽപ്പിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ ഇന്നലെ പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഭാവിയിൽ ഈ കുടുംബത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും അത് സഹായിക്കും. ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിൽ വെച്ചത് മിഥുൻ്റെ മാതാവിനൊരു സർക്കാർ ജോലി കൊടുക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതിനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഇത്രയും ദയനീയമായിട്ടുള്ള ഏറ്റവും നിങ്ങൾ ഈ വീട് തന്നെ കണ്ടില്ലേ. ഇപ്പം നമ്മൾ ആ വീടിനകത്തേക്ക് ചോർന്നാൽ ഈ മഴയത്തും ചോർന്നിരിക്കുന്ന ഒരു വീടാണ്. അതുമല്ല ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് അതും കടവായി നിൽക്കുകയാണ്. അതാണ് നമ്മളിപ്പോഴും അവസാനം അറിഞ്ഞത്. അങ്ങനെയും ഒരു പ്രതിസന്ധിയാണ് ഈ കുടുംബത്തിനിപ്പോൾ വന്നുചേർന്നിരിക്കുന്നത്. ഈ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും. നാടൊന്നാകെ ഇതിനു വേണ്ടി നിൽക്കും. ഗവൺമെൻറ് ഒന്നാകെ ഈ കുടുംബത്തിന് വേണ്ടി നിലപാട് എടുത്തിരിക്കുകയാണ്. തുടർന്നും ഈ കുടുംബത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പഠനം ഉൾപ്പെടെ ഞങ്ങൾ വഹിക്കുന്നതാണ്. ആ വായ്പ കുടിശ്ശിക ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കാം 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് അമ്മ വിദേശത്തേക്ക് പോയത്. അത് എഴുതിത്തള്ളാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് വളരെ ദാരിദ്ര്യം വന്നതുകൊണ്ടാണ് 2 കുട്ടികളെ നൊന്ത് പ്രസവിച്ച 2 കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പിതാവിനെ ഏൽപ്പിച്ചിട്ടാണ് കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൽ സെർവൻ്റായി പോയത്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഈ മരണം സംഭവിച്ചത്. ആ ദാരിദ്ര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെടും. ഏത് ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത് അതും പരിശോധിക്കപ്പെടും. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ പ്രാവർത്തികപ്പെടണമെന്നുകൂടിയുള്ളതാണ് പറയാനുള്ളത്. കാര്യം MLA പറഞ്ഞ കാര്യം നല്ല കാര്യമാണ്. കമ്മിക്ക് ഒരു സ്ഥിരമായിട്ടുള്ളൊരു സർക്കാർ ജോലി കൊടുക്കുക. ഒപ്പം തന്നെ ആ വായ്പ എഴുതി തരാനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുക. ഈ കുടുംബത്തിന് ഇപ്പോഴും ചോർന്നിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിലേക്ക് നമുക്ക് കയറിയാൽ ആ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബാംഗങ്ങളുടെ കണ്ണീരുടങ്ങിയിട്ടില്ല. അതുപോലെ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ചോർന്നൊലക്കുകയാണ് ആ വീട്. ആ വീട് താമസിക്കാൻ സാധിക്കില്ല. ആ വീട്ടിൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തറന്നു വീഴാം. പക്ഷേ അവരുടെ കഴിയുന്നത് കുഞ്ഞ് നഷ്ടമായി, മകൻ നഷ്ടമായി. പക്ഷേ കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. കോവൂർ കുഞ്ഞുമോൻ MLA യുടെ പ്രതികരണവുമാണ് നമ്മൾ കേട്ടത്.